ആ പരമാനന്ദം നമുക്കിവിടെ അനുഭവിക്കാൻ പറ്റും. സി അമ്മയുടെ ഇത് വളരെ കൃത്യമായിട്ടില്ല, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതിന്റെ റിവേഴ്സ് ആണ് മറ്റത്. എല്ലാത്തിനെയും കറക്റ്റ് ചെയ്ത് പോകുന്നത്. ഏതാ വേണ്ടെന്ന് ഓരോരോ ഡിസൈഡ് ചെയ്താൽ മതി. നിങ്ങൾ മെഡിറ്റേഷൻ തള്ളി പറഞ്ഞോളൂ, ഒക്കെ പറഞ്ഞോളൂ, പക്ഷേ നിങ്ങളുടെ ലൈഫിന് തള്ളി പറയില്ലല്ലോ. ധ്യാനം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മറ്റു ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതോ നിങ്ങൾ പോയിട്ട് ഏതോ കൈലാസത്തിലിരിക്കുന്ന ദേവതയെ അന്വേഷിച്ച് പോകരുത്. ഇപ്പോൾ കൈലാസത്തിൻ്റെ കാര്യം പറഞ്ഞു, അവിടെ ഒരാൾ കുടികൊള്ളുന്നു എന്ന നമ്മളുടെ ഒരു വിശ്വാസമുണ്ടല്ലോ, ഇത് എവിടെയാണ് യഥാർത്ഥം നമ്മൾ അനുഭവിക്കുന്നത്? അത് ഗുരുവായൂർ അമ്പലത്തിൽ പോയത് കിട്ടുമോ? കിട്ടിയിരുന്നില്ല. അവിടെ നമുക്ക് തള്ളി മാറ്റൽ തിരക്കിലായിരിക്കും അനുഭവിക്കാൻ പറ്റില്ല. അത് പോകണ്ടു. ഭഗവാൻ കണ്ടതല്ല, മുമ്പിൽ അവിടെ കൊണ്ടുപോയിട്ട് എന്നെ ഇരുത്തിയിട്ട് കുറെ കഴിയുമ്പോൾ എനിക്ക് വൈബ്രേറ്റ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പോൾ 2 വർഷം കൊണ്ട് 8 പുസ്തകങ്ങൾ എഴുതിയത്. ആദ്യത്തെ പുസ്തകം മനസ്സൊരു വിസ്മയം എന്ന പുസ്തകം, എനിക്കറിയില്ല എങ്ങനെയാണ് സംഭവിച്ചത്, എനിക്ക് പോലെ. ഇന്ന് ആ പുസ്തകം എന്നോട് ആൾക്കാർ പറഞ്ഞ കാര്യം, അവരെല്ലാം പൂജാമുറിയിലെ ഒരു വസ്തുവാണ്. എന്താണെന്നറിയോ? മറ്റൊന്നുമല്ല, അത് അവർക്ക് നൽകിയ പ്രചോദനം വളരെ വലുതാണ്. അവർ തിരിച്ചറിവിന് ശുഭാപ്തി വിശ്വാസം ശുഭചിന്തകൾ എന്ന് പറഞ്ഞൊരു ഡെയിലി ഉള്ള ഒരു പ്രാക്ടീസിന് വേണ്ടി ഒരു പുസ്തകം എഴുതും. ഇത് എൻ്റെ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന 90% ആൾക്കാരും കൈ കൊണ്ടു കിടക്കുന്ന പുസ്തകമാണ്. ഓക്കെ, എവിടെയാണോ ഒന്ന് സംഭവം നോക്കാം, അപ്പോൾ ഒരു വരി വായിക്കും. അത് അവരുടെ ജീവിതത്തിൽ ഞാൻ എന്നും കൂടെ ഉണ്ട്. അതിന് ഒരുപാട് അമ്മമാർ എന്നോട് പറയും, എൻ്റെ കൂടെ ഏറ്റവും വീഡിയോ കാണുന്ന അമ്മമാരാണ്. അമ്മമാരൊക്കെ മെസ്സേജ് അയച്ച് പറയുന്നത് വെച്ചാൽ, മോനെ എൻ്റെ മുഖം കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം അല്ല, ഇത് എൻ്റെ ക്രെഡിറ്റ് അല്ല കേട്ടോ, മനസ്സിലായി. അവർക്ക് ദൈവം അങ്ങനെ ഒരു വഴി കാണിച്ചു കൊടുക്കും, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ എന്നും എനർജൈസാണ്, എന്നും നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ വലിയ എഡിറ്റിങ് കാര്യങ്ങളൊന്നും വീഡിയോ ഇടാറില്ല, നോർമലായിട്ട് അവർക്ക് രക്ഷ. അപ്പം അതാണ് നമ്മൾ ആലോചിക്കുക എന്ന് വെച്ചാൽ, മറ്റുള്ളവരുടെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു കാര്യം മറ്റുള്ളവർ പകർത്തി കൊടുക്കും, അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, ദെൻ യു ആർ സക്സസ്. അല്ലാതെ മണിയും കാര്യങ്ങളൊന്നും ആവശ്യമാണ്. മണി ഇല്ലാത്തൊരു പരിപാടിയില്ല കേട്ടോ ഈ ലോകത്ത്. പണമില്ലാത്ത ഒരു പരിപാടി പറ്റി ചിന്തിക്കരുത്. ശ്വാസോച്ഛ്വാസം പോലും കോസ്റ്റിംഗ് ആണ്, അല്ലേ? എങ്ങനെ ശ്വാസം അകത്തോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പ്രകൃതി നൽകുന്നു, തിരിച്ച് കാർബൺ ഡൈഓക്സൈഡ് കൊടുത്തില്ലെങ്കിൽ പ്രകൃതി പറയും മതി നിർത്തിക്കോ പൊക്കോന്ന് പറയും, അല്ലേ? ഇതെല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് ഫ്രീ എന്ന് പറയുന്ന സംഭവം ഈ ലോകത്തില്ല, എവിടെയും ഇല്ല. അങ്ങനത്തെ പോസിബിൾ ഇല്ല. അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ കമൻറ്റ് താഴെ ഫ്രീ ക്ലാസ് അല്ല എന്ന് പറഞ്ഞാൽ ഫ്രീ ക്ലാസ് ഇല്ല. എങ്ങനെ? ഞാനിപ്പോൾ ഒരു കാര്യത്തെ പറഞ്ഞു തരുന്നു, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കോസ്റ്റ് ഇല്ല, പക്ഷേ ആ കോസ്റ്റ് നിങ്ങളത് ഉപയോഗിക്കുന്നുവെങ്കിൽ നിങ്ങളതിൻ്റെ കോസ്റ്റ് പെയ്ഡാക്കി കഴിഞ്ഞില്ല. ഇവിടെ കർമ്മം അത്രയേ ഉള്ളൂ. ഇത് ചെയ്യാത്തവന് ഇങ്ങനെ മാറ്റം ഉണ്ടാവും, പാടാണ്. നിങ്ങൾ തിരിച്ചു കൊടുത്തേ പറ്റൂ. ഇപ്പം രോഹിത്തിൻ്റെ വീഡിയോ ഒരാൾ കാണുന്നു, രോഹിത്തിന് ഇപ്പം ഞാൻ പല ഇത് കണ്ടിട്ടുള്ള കാര്യമാണ്, അടേ നീ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നതല്ലേ ഇത്രയൊക്കെ ചെയ്യുന്നേ? ഒറ്റ ഉത്തരേ ഉള്ളൂ, ആണെന്നേ. നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? നിങ്ങളും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾ ഡാറ്റ വഴിയെങ്കിലും പൈസ കൊടുക്കാതെയാണോ കാണുന്നത്? അല്ല, ഇല്ലല്ലോ. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ മറ്റവൻ തെറി വിളിക്കുന്നത്? അവനുണ്ടാക്കട്ടെ, നിങ്ങളും ഉണ്ടാക്കിക്കോ. ആരെപ്പം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് പറ്റാത്തൊരു കാര്യം മറ്റുള്ളവന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കാര്യം ഇല്ലല്ലേ? അല്ല, എനിക്കതിനകത്ത് എന്നെ ഒരിക്കലൊരു ഒരു സ്റ്റാഫ് വിളിക്കാൻ, ഒരു ആസ്ട്രോളജറുടെ സ്റ്റാഫാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ നേരിട്ട് വിളിക്കും, ഞങ്ങൾ നേരിട്ട് സംസാരിക്കാം. അപ്പം എൻ്റെ നമ്പറുകൾ എല്ലാവർക്കും ഒരുപാടുള്ളവർക്കെല്ലാം ചാനലിൽ നമ്മൾ ഓൾറെഡി ആദ്യമേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ദൂരെയാണ് കേട്ടോ, ഞങ്ങൾ തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ വരണം, കൊല്ലം ജില്ലയിൽ, അവിടെ ചെന്ന് ഷൂട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു ശരി. ഞാൻ പറഞ്ഞ ട്രാവൽ എക്സ്പെൻസും ഷൂട്ടിൻ്റെ എക്സ്പെൻസും എല്ലാം കൂടി ഇത്ര രൂപയാവും. വലിയ എമൗണ്ട് ഒന്നും അല്ല പറഞ്ഞു, ഒരു ചെറിയ എമൗണ്ടാണ് പറഞ്ഞത്. അതിൽ നിന്നൊന്നും എടുക്കാനില്ല, ക്യാമറമാനും ക്യാമറയ്ക്കും ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നും എടുക്കാൻ ഇല്ലാത്ത എമൗണ്ടാണ് പറയണേ. അപ്പോൾ എടുത്തു, ഇത് കൊള്ളാലോ ബിസിനസ്, എന്നാൽ പിന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഞാൻ നിങ്ങൾ ചെയ്തു ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിത് വന്ന് ചെയ്യുന്നതിന് ഞങ്ങൾ ഏറ്റവും മിനിമമായിട്ടാണ് ഇതാണ് പൈസ, അതെങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, പെങ്ങളെ, എനിക്ക് നിങ്ങളുടെ പ്രായം അറിയില്ല, പെങ്ങളെ നിങ്ങളുടെ സാർ ആസ്ട്രോളജർ കൺസൾട്ടേഷൻ സൗജന്യമായി ചെയ്തു കൊടുക്കും. ഇപ്പം മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞ എല്ലാവർക്കും അല്ല, ആ ബാക്കിൻ്റെ വീഡിയോ കണ്ട് നിങ്ങളെ വിളിക്കുന്നവർക്ക് കൺസൾട്ടേഷൻ നിങ്ങൾ സൗജന്യമായി ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ തമ്മിലുള്ള ഡീൽ. അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ ഫ്രീ ആയിട്ട് എടുത്ത് ടെലികാസ്റ്റ് ചെയ്യും. ആർക്കും നിർണ്ണയം ഉണ്ടാവട്ടെ. അപ്പോൾ മറുപടി ഇല്ല, മിണ്ടാട്ടം ഇല്ല. അവരങ്ങനെ അവർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതിന് ഞങ്ങളുടേതായ എക്സ്പെൻസ് ഉണ്ട്, യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിൻ്റെതായ വരുമാനമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇപ്പം ഒരാളെ നല്ല കണ്ടന്റുകൾക്ക് വേണ്ടി ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. സന്യാസിമാർ അല്ലെങ്കിൽ നല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് മലപ്പുറം, തിരൂർ, ആലത്തിയൂർ നമ്പി മന. അപ്പോൾ ഞാനൊരാളെ വിളിച്ചപ്പോൾ പറയാണ്, ആ മന പകുതിയിൽ കൂടുതൽ പൊളിച്ചു. ഇന്ത്യയിലെ ലോകത്തിലെ ഏക
ഈ അശ്വിനി ദേവന്മാരുടെ ക്ഷേത്രമുള്ളത് അവിടെയാണ്. അതടക്കമുള്ള മനയാണ് പൊളിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു തിരൂർ ദിനേശ് ചേട്ടനും സ്വസ്തിക പാർവതിയൊക്കെ കൂടി ചേർന്നിട്ട് അതിനൊന്ന് വീണ്ടും നന്നാക്കി കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. ഞങ്ങൾ ഇവിടുന്ന് കാറെടുത്ത് നേരെ തിരൂർക്ക് വിട്ടു. നമ്മളതിന് ഒപ്പം നിൽക്കാനല്ലേ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ വീഡിയോ എടുത്തു. അത് വരുന്നുണ്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട്. ചിലപ്പം ഇതിനു മുമ്പ് വരുമായിരിക്കാം. നമ്മുടേത് കണ്ടിട്ട് ആരെങ്കിലും 10 പേർ അവരെ സഹായിച്ചാൽ, ഇപ്പോൾ അവിടെ ദേവപ്രശ്നമൊക്കെ വെക്കാൻ പോവുകയാണ്. അവിടത്തെയൊക്കെ രസകരമായ അനുഭവങ്ങളാണ്. അവരും നമ്പിമാർ ഇടം കൈ കൊണ്ട് എന്ത് കൊടുത്താലും വരുന്നതാണ്. ആ പറമ്പ് കാട് കയറി കിടക്കുക. അപ്പം എന്നോട് അദ്ദേഹം പറയുകയാണ്, നമ്പി പറയാണ്, ആ കാടിൻ്റെ വേണമെങ്കിൽ പോയി എടുത്തു വിട്ടോ, അവിടെ 4 കാവാണ് ആ പറമ്പിൽ. ഞാൻ പറഞ്ഞില്ല, പാമ്പുണ്ടാവില്ലേ? അതറിയില്ലേ? ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ആരെയും പാമ്പ് അടിക്കൂല. അങ്ങനെ ഒരു സത്യം കൂടി ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഇത്തരം രഹസ്യങ്ങളും സത്യങ്ങളും തേടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പറയാൻ നിന്ന് ഈ സത്യങ്ങളൊക്കെയാണ് നമുക്ക് ശരിക്കും. എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ്. ഞാൻ 3 വർഷം ഗൾഫിൽ നിന്നതുകൊണ്ടും നാട്ടിൽ അത്ര കണ്ട് എക്സ്പ്ലോർ അല്ല ഞാൻ. എന്ന് വെച്ചാൽ ഞാനൊരു കാസർഗോഡുകാരനാണ്. കാസർഗോഡുകാരനെന്ന് പറയുന്നത് എന്തുകൊണ്ട് പൊതുവെ പറയാനുള്ള പ്രധാന കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഇതൊക്കെ കുറേ ലേറ്റായിട്ട് എത്തുള്ളൂ. കാസർഗോഡിനോട് എല്ലാവർക്കും ഞങ്ങൾക്കറിയാം, റിയാലിറ്റിയാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും അത് നേരം വെളുത്തോന്ന് വെച്ചാൽ കാസർഗോഡ് കൂടുതൽ അർഹിക്കുന്നുണ്ട്. ഞാൻ എന്മകജയിലൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ട്. ജനങ്ങൾ അത്രയും വളർന്നില്ല ഇപ്പോഴും. ഞാൻ സത്യം പറയാം, എൻ്റെ ഒരു ഗ്രാമത്തിൽ നിന്നും ആണ് ഞാനുള്ളത്. ഇപ്പോഴും എൻ്റെ ഗ്രാമത്തിലെന്നല്ല, അപ്പോൾ ഓക്കെ അവർ ഗ്രാമം സമ്മതിക്കില്ല, അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇതെന്താണ് ഈ ദിനേശ് ചെയ്യുന്നതെന്ന് ഒരാൾക്കും പിടികിട്ടിയിട്ടില്ല. മോട്ടിവേഷനും മാനിഫെസ്റ്റേഷനും പിടികിട്ടാത്തതുകൊണ്ടാണ്. എനിക്ക് അത് ഞാൻ പറയാൻ വന്ന കാര്യത്തിലേ ഉള്ളൂ. ഈ ലോകത്ത് നമ്മളറിയാത്ത ഒരുപാട് സത്യങ്ങളുണ്ട്. സത്യങ്ങൾ എന്ന വാക്ക് കൃത്യമായി ഇവിടെ ഉപയോഗിക്കുന്നു. എന്താണ് സത്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് നിർവചനങ്ങൾ പോകാം. പക്ഷേ നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നതിൻ്റെ അർത്ഥം, നമുക്കറിയില്ല എന്നതിൻ്റെ അർത്ഥം ഇത് ഇല്ല എന്നല്ല. ആരെങ്കിലും നെഗറ്റീവ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി മറ്റു പറയുന്നവരുണ്ട്. ഇപ്പോൾ കാവുകൾ, ദേവകഥകൾ, അല്ലെങ്കിൽ പാമ്പുകൾ, ഇതിപ്പോൾ സർപ്പങ്ങൾ, ഇതൊക്കെ പറ്റി അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ, ഇപ്പോൾ എന്താ പറയുക, ദോഷം ചെയ്തു അങ്ങനെയൊക്കെ ഒരുപാട് കേൾക്കാമല്ലോ. മാരണം ഇതൊക്കെ ഇല്ല എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. കാരണം ഞാനിതൊക്കെ ഇല്ല എന്ന് പറഞ്ഞ ഒരാൾ. ഞാൻ വളരെ ലോജിക്കലാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈവൻ സ്പിരിച്വാലിറ്റി തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലാണ്, എല്ലാം ക്വസ്റ്റ്യൻസിലാണ്. ഇപ്പോൾ രോഹിത് പറഞ്ഞ ക്വസ്റ്റ്യൻസ് പറഞ്ഞില്ലേ, അശ്വിനി ദേവത. ഇനി എൻ്റെ സെർച്ചിങ് അശ്വിനി ദേവതന്മാരെ പറ്റി. ഇതാണ് എൻ്റെ ഒരു മെത്തേഡ്, ലോജിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് സോ കോൾഡ് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എഴുതാറിച്ചു. പക്ഷേ എൻ്റെ ലൈഫിലേക്ക് ഇപ്പോൾ വന്നിരിപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇത്രയൊക്കെ പവർഫുൾ സാധനങ്ങൾ ഇവിടെ ലോകത്തുണ്ട്. ഞാൻ അനുഭവിച്ചു ഓരോ അനുഭവങ്ങൾ പറഞ്ഞ് ഞെട്ടിക്കുന്ന അനുഭവങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്ങനെ സംഭവിക്കും? ഞാൻ സത്യമായിട്ട് ഓപ്പണായിട്ട് എന്നോട് പറയാം, ഞാൻ അങ്ങനെ വലിയ ഗുരുക്കന്മാരായിട്ട് പോയിട്ട് ഇതൊന്നും പഠിച്ച ഒരാളൊന്നും അല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പോലും എന്നെ ആശ്ചര്യപ്പെടുത്തിയത്, സ്വന്തമായി പറയാം, എന്നെ ആശ്ചര്യപ്പെടുത്തിയത് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുടെ വിഷയം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു എന്ന് മാത്രമാണ്. ഞാനല്ല, എനിക്ക് ഒരു ക്രെഡിറ്റും ഇല്ല അതിനകത്ത്. അവർ യഥാർത്ഥ വിഷയം, മൈൻഡിനകത്തുള്ള വിഷയം, അവർ അനുഭവിക്കുന്ന വിഷയം, അവരെ വീട്ടിലെ വിഷയം, അവരെ കുടുംബത്തിലെ വിഷയം ഓട്ടോമാറ്റിക് വരുന്നു. അവരോട് ഞാൻ ചോദിക്കുന്നു, ശരിയാണെന്ന് ചോദിക്കുന്നു, അവരാണെന്ന് പറയുന്നു. പിന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്നത് ഒരുപാട് പരിമിതികളുണ്ട്, അത് പറഞ്ഞു കൊടുക്കുന്നു. ചെയ്തവർക്ക് കുറേ പേർക്ക്, എല്ലാവർക്കും മാറ്റം ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല, കാരണം അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും 90% ആൾക്കാർ ജീവിതത്തിൽ മാറിയിട്ടുണ്ട്. അതാണ് നമുക്ക് ഒരു പെർസെൻറ്റേജ് പോലും ക്രെഡിറ്റ് എടുക്കാൻ ആളുമല്ല. അത് ആ സമയത്ത് നമുക്ക് നോർമലി നമ്മൾ നോർമൽ ലൈഫാണ്. അതുകൊണ്ട് ഞാൻ സ്പിരിച്വാലിറ്റിയൊക്കെയുള്ള വലിയ ഗുരുക്കന്മാരോട് എല്ലാവരും നമിക്കുന്നത്, നിങ്ങൾ ഇത്രയൊക്കെ കഴിവുകളുണ്ടെങ്കിൽ അതിന് നന്നായിട്ട് ഉപയോഗിച്ച് ആൾക്കാരിൽ എത്തിച്ചിട്ട് മുമ്പോട്ട് നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോൾ എല്ലാ മനുഷ്യരിലും അവരുടേതായിട്ടുള്ള, ഇപ്പം ഞാൻ മാതാ അമൃതാനന്ദ, ഒരുപാട് പേര് അമൃതാനന്ദ ദേവി ഇഷ്ടം പറയും. ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ്, ഞാൻ കൊല്ലത്തുകാരനാണ്, കൊട്ടാരക്കാരനാണ്, അഭിമാനത്തോടെ പറയുന്നൊരു കൊല്ലത്തുകാരനാണ്. ഞാൻ കൊല്ലത്തുകാരനാണ്, ഒരുപാട് പേര് കളിയാക്കുന്ന. ഞാൻ കഴിഞ്ഞ പ്രോഗ്രാം എൻ്റെ കൊല്ലത്തായിരുന്നു കേട്ടോ. ഓക്കെ, നല്ല സ്ഥലമല്ലേ? അപ്പോൾ പക്ഷെ ഞാൻ അവിചാരിതമായിട്ടാണ് അമൃതാനന്ദ മഠത്തിൽ പോവാം. സുനാമിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയമാണ്, കുറേ കാലം കഴിഞ്ഞു. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം RSSൻ്റെ പ്രചാരകനാണ്. അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരാളുമായിട്ടാണ് പോകുന്നത്. ഞങ്ങളൊരു സിനിമ കാണാൻ പോകുന്നത് കൈതാപ്പള്ളി. അപ്പോൾ ഇദ്ദേഹം പറയണം, സിനിമയ്ക്ക് പോകണം, നമുക്ക് മഠത്തിൽ പോകാം. ഞാൻ ചെയ്ത് മഠം അമൃതാനന്ദമയി മഠത്തിൽ പോകാം. ഞാൻ എൻ്റെ ബൈക്കിൽ പോകുമ്പോൾ പുള്ളി പുറകിലിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ സിനിമയ്ക്കല്ലേ വന്നത്, ഈ അമൃതാനന്ദമയി മഠത്തിലൊക്കെ പോയിട്ട്. അന്ന് നമ്മൾ ഇതില്ലാത്ത ഇത്തരം ചിന്തകളൊന്നും ഇല്ലല്ലോ. അത് ബാക്ക് തുടങ്ങിയതിന് ശേഷമാണ് ദൈവം സഹായിച്ചത് നമ്മൾ ഈ ചിന്തകളിലേക്കൊക്കെ വന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ പോയി എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ആയത്, അവിടെ 10 രൂപ കൊടുത്ത ഊണ് കിട്ടും. എൻ്റെ ചിന്താഗതിയാണെന്ന്.
പക്ഷേ അമ്മ അവിടെ ഉണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കണം, എനിക്ക് അന്നേരത്തെ കോയമ്പത്തൂർ റോഡ് എനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് അമ്മയെ കാണാൻ പറ്റുക. അപ്പോൾ ഞാൻ ദൂരെ പോയി ഞാൻ നോക്കി നിൽക്കുക. അന്ന് ഞാൻ ചിന്തിച്ചത്, ഇനി എന്തു പറഞ്ഞാലും ഇത്രയും പേര് ഈ അമ്മയെ കാണാൻ വന്നിരിക്കുക, ഇത്രയും പേരും ഇവരെ കാണണമെങ്കിൽ അവരുടെ ഒരു ഓറയുണ്ടല്ലോ. ഈ ഓറ എന്നൊക്കെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. എന്തോ ഒരു സാധനം ഉണ്ടല്ലോ ആ ഒരു കാണാനിരിക്കുന്ന മണ്ഡപത്തിൽ തന്നെ കിട്ടുന്ന ഒരു എനർജി നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. എനിക്ക് അവിടെ നിന്ന് ഞാൻ ഇദ്ദേഹത്തിനോട് പറയുന്നത്, ചേട്ടാ എനിക്ക് അമ്മയൊന്ന് കാണണം അടുത്ത്. ഞാൻ പറഞ്ഞ്, എടാ രാത്രി ഒരു എന്നാലും പാസ്സില്ല. ഞാൻ പുള്ളി RSS ബന്ധമൊക്കെ ഉപയോഗിച്ച് നോക്കി, നടക്കുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞിട്ടാണ് അച്ഛൻ വന്നിട്ട് വീട്ടിലിരുന്നിട്ട്, അച്ഛൻ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും ഉള്ള ആളൊന്നുമല്ല. അച്ഛനെ ആരോ വിളിച്ച് അവതാരം അവിടെ കൊണ്ടുപോയി പ്രശ്നത്തിൻ്റെ മേളിൽ പ്രശ്നമായി കടം കയറി ആകെ വല്ലാതിരിക്കുന്ന സമയത്ത് എന്നിട്ട് ഇരുന്നിട്ട് നമ്മളോടൊന്നും പറയൂല, വേറെ ആരോടോ ഫോണിൽ പറയാണ്. അവിടെ ചെന്നപ്പോൾ അവർ ഇങ്ങനെ തമാശ വേണം, അവരെന്നെ കെട്ടിപ്പിടിച്ചിട്ട് ചെവിയിൽ പറഞ്ഞ്, എനിക്കെല്ലാം അറിയാൻ മോനെ, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്നെ പിടിച്ച് മാറ്റി. പക്ഷേ എന്തോ ഒരു ഭയങ്കര എനർജി ആയിരുന്നു അവിടെ. ഞാൻ ആലോചിക്കുക, അച്ഛനിങ്ങനെ ആരെ അംഗീകരിച്ചു കൊടുക്കാത്തൊരു സ്വഭാവക്കാരനാണ്. പുള്ളി പോലും പറയുമ്പോൾ പിന്നെ നമ്മളതൊക്കെ വിട്ടു. പക്ഷെ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കുറേ കാര്യങ്ങൾ. ഞാൻ അമ്മയെ നേരിട്ട് കണ്ടിട്ടില്ല, കാണാൻ അവസരം കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക് വിദ്യ പകർന്നു കൊടുക്കുന്ന, എന്തിന് ചില ആസ്ട്രോളജി പോലും പ്രാക്ടീസ് ചെയ്യുന്ന ചില ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ട്. പലരെയും തെറ്റിദ്ധരിച്ചിട്ടായിട്ടാണ് പോയത്. ഇപ്പോൾ സാറിനെ കാണുന്നതിന് മുന്നേ വരെ എനിക്ക് സാറിനെ കുറിച്ചുള്ള ഇമേജ് ഇതല്ല, സംസാരിച്ച് തുടങ്ങുന്നവരെയുള്ള ഇമേജ് ഇതല്ല. കാര്യം കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വരുന്ന ഒരാൾ. ഞാൻ ആ വീഡിയോകളൊക്കെ കാണുമ്പോൾ അങ്ങനെയാണല്ലോ. പുള്ളി ഒരു പക്കാ ബിസിനസ്സുകാരനായിരിക്കും. അതാ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് മുമ്പ് വരെ ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോകൾ കാണുമ്പോൾ പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഇതല്ല നമ്മൾ പുറമേ കാണുന്നതല്ല, പുറംമോടിയിൽ കാണുന്നതല്ല. ഇപ്പോൾ എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച കൂട്ടുകാരൊക്കെ റീയൂണിയനൊക്കെ വെച്ചിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവന്മാർ ആ പഴയ രോഗത്തിനെ കാണുക. ശരിയാണ്. അതായത് അത്യാവശ്യം തരികടകളൊക്കെ കയ്യിലുള്ള, കോളേജിൽ പഠിക്കുന്ന സമയത്തല്ല ഈ സാധനത്തിലാണ്. എന്താ ഇവന്മാർ വിചാരിക്കുന്നത്, എന്താ ഞാൻ ഈ പറയുന്നതും ചെയ്യുന്നതും എല്ലാം അതിൻ്റെ ഭാഗമാണ്. ഒന്നുമല്ല, അതിന് നമുക്ക് വേറെ ചാനലുകളുണ്ട്, പൊളിറ്റിക്സ് പറയാനും നമ്മുടേതായ കാര്യങ്ങൾ പറയാനും ഒക്കെ വേറെ ചാനലുകളുണ്ട്. പക്ഷെ ഇത് തരുന്നൊരു സുഖമുണ്ട് ഓരോ ദിവസം. ആത്മവിശ്വാസം സിമ്പിളായിട്ട് പറയാം. ഞാനൊരു കാര്യം സിമ്പിളായിട്ട് പറയാം, എല്ലാവർക്കും മനസ്സിലാകുന്നു. പണ്ടൊക്കെ ഞാൻ അത്യാവശ്യം മദ്യപം കഴിക്കുമായിരുന്നു. ആ പ്രായത്തിൽ നമ്മുടെ പ്രായത്തിനനുസരിച്ച് ചില സമയത്ത് നമ്മൾ ഉദാഹരണത്തിന് എല്ലാവരും ഒരു കുപ്പി, ഇപ്പോൾ ഞാനൊരു കമ്പാരിസൺ പറയാം, ഒരു കുപ്പി നിങ്ങൾ ജോണി വാക്കർ എടുത്ത് വെച്ച് കുടിച്ചോളൂ. ഏത് ലഹരിയാണോ നിങ്ങൾക്ക് കിട്ടുന്നത്, ഒരു ലഹരിയിലെത്തുമല്ലോ, നിങ്ങൾ 5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്തോളൂ, അതേ ലഹരി നിങ്ങൾക്ക് കിട്ടും. എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഏതാണ് ആവശ്യം. ഇവിടെ ഇത്രയും സ്പെൻഡ് ചെയ്ത് നമ്മൾ പിന്നെ 4 ദിവസം വേണം ഇതിൻ്റെ ഹാങ് ഓവർ തീരാനായിട്ട്. നമ്മൾ നടന്നു വന്ന വഴി ആയതുകൊണ്ട് പറയാം. ഇപ്പോൾ അതേ സാധനം നമുക്കൊരു 5 മിനിറ്റ് മെഡിറ്റേഷൻ എന്ന ഒരു ഹാങ് ഓവറിലൊരു വിഷയമില്ല. ആ പരമാനന്ദം അല്ലെ, അതല്ലേ ഈ കഴിക്കുന്നവരുടെ ആ പരമാനന്ദം നമുക്കിവിടെ അനുഭവിക്കാൻ പറ്റും. അമ്മയുടെ ഇത് വളരെ കൃത്യമായിട്ടില്ല. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വേറെ ഒന്നും നോക്കണ്ട. ഇതൊക്കെ ഈ സാധനം, ആദ്യം പറഞ്ഞ സാധനം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ് കൂടുക, ഹോർമോൺസ് ഇംബാലൻസ് ആവുക, ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഇതിൻ്റെ റിവേഴ്സാണ് മറ്റത്. എല്ലാത്തിനെയും കറക്റ്റ് ചെയ്ത് പോകുന്നത്. ഏതാ വേണ്ടെന്ന് ഓരോരോ ഡിസൈഡ് ചെയ്താൽ മതി. നിങ്ങൾ മെഡിറ്റേഷൻ തള്ളി പറഞ്ഞോളൂ, ഒക്കെ പറഞ്ഞോളൂ. പക്ഷേ നിങ്ങൾ ലൈഫിന് തള്ളി പറയില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് പരിപാടി, അങ്ങനെയുള്ളവർക്ക് വേറെ മെത്തേഡാണ്. നിങ്ങൾ സ്വയം ലൈഫിന് തള്ളിപ്പറയും. ലൈഫിന് നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടോ, ഇതിൽ നിന്ന് മാറ്റി മറ്റേലേക്ക് വന്നോളൂ, മാറിക്കോളൂ. പിന്നെ അവിടെ ഈ ധ്യാനം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മറ്റോ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതോ നിങ്ങൾ പോയിട്ട് ഏതോ കൈലാസത്തിലിരിക്കുന്ന ദേവതയെ അന്വേഷിച്ച് പോകരുത്. അതിലെല്ലാം നമുക്കുള്ളത്, അതൊക്കെ ഒരു സത്യം അവിടെ ഉണ്ട്. പക്ഷേ ഈ സത്യം അനുഭവിക്കുന്ന എവിടെയാണ്? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ കൈലാസത്തിൻ്റെ കാര്യം പറഞ്ഞു, അവിടെ ഒരാൾ കുടികൊള്ളുന്നു എന്ന നമ്മളുടെ ഒരു വിശ്വാസമുണ്ടല്ലോ, ഇത് എവിടെയാണ് യഥാർത്ഥം നമ്മൾ അനുഭവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ അല്ലെ, നമ്മുടെ മനസ്സിലാണ് അല്ലെ, നമ്മുടെ മനസ്സിൽ. ഈ മനസ്സിനെ പാകപ്പെടുത്താത്തവൻ എങ്ങനെയാണ് ഈ സാധനത്തെ അനുഭവിക്കുക? പറ്റില്ല. ഒരു ക്ഷേത്രത്തിൽ പോകുന്നു, മനസ്സ് പ്രക്ഷുബ്ധമാണ്, ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല ഇല്ലേ? അപ്പം ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ട് തിരുപ്പതി പോകുന്നു, ഗുരുവായൂർ പോകുന്നു, കൊല്ലൂർ പോകുന്നു, ദൂരെ യാത്ര ചെയ്യുന്നു. പോകുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എത്തിയാൽ മതി, എങ്ങനെയെങ്കിലും അവിടെ ഇടിച്ചു കയറിയാൽ മതി അല്ലേ. മുഴുവൻ ഇതിനെപ്പറ്റി മാത്രം നിൽക്കുന്നത്. എന്തിനാണ് പോണേ? നിങ്ങളൊരു കാര്യം, രോഹിത്തും ഞാൻ നമ്മൾ രണ്ടുപേരും വിശ്വാസികളുണ്ട്. ഞാനതിന് ഒത്തിരി ഒരു മതമല്ല പറഞ്ഞ വിശ്വാസമുണ്ട്. നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കണം, ഗുരുവായൂരപ്പനെ നമുക്കൊന്ന് ധ്യാനിക്കാം. നിനക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുമോ? കിട്ടില്ലേ? കിട്ടും. അത് ഗുരുവായൂർ അമ്പലത്തിൽ പോയത് കിട്ടുമോ? കിട്ടിയിരുന്നില്ല. അവിടെ നമുക്ക് തള്ളിമാറ്റൽ തിരക്കിലായിരിക്കും നമ്മൾ അനുഭവിക്കാൻ പറ്റില്ല. അത് പോകണ്ടല്ലോ. ഇത് ഞാൻ കൃത്യമായി പറഞ്ഞാൽ ഈ രീതിയിൽ ഞാൻ ഏറ്റവും അനുഭവിച്ചൊരു കാര്യം പറയാം.
കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് പ്രോഗ്രാമിന് വേണ്ടി പോയി. അപ്പോൾ എൻ്റെ കുറേ നമ്മുടെ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് ആൾക്ക് ഗവൺമെൻറ് സ്റ്റാഫുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അവർ ഓൾറെഡി പത്മനാഭന് ബുക്ക് ചെയ്ത് അവിടെ പോകുമ്പോൾ അവർ നമുക്ക് ഡയറക്റ്റ് ബസ് തന്നു. എനിക്ക് എല്ലായിടത്തും പോകുമ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, ക്യൂലില്ല. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റായി സമയം. അപ്പോൾ പറഞ്ഞു ഈ പാസ് ഇത് ബുക്കിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ ലേറ്റായി, പിന്നെ അകത്തോട്ട് കയറ്റി വിടാൻ പറ്റത്തില്ല സാറ് നടക്കും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അവരോട് എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞതല്ലോ, സ്വാമി അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, നമ്മൾ പോകും. സ്വാമി ഇപ്പം എന്നോട് പറഞ്ഞു, ഞാൻ അമ്മയുടെ അടുത്ത് പോകും 3 പ്രാവശ്യം ട്രൈ ചെയ്തേ, 3 പ്രാവശ്യം എനിക്ക് അമ്മ ഇവിടെ ഇല്ല, ഞാൻ എത്തിയപ്പോൾ അമ്മ ഇവിടെ ഇല്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞിത്ര കാര്യമുള്ളൂ, സമയമാകുമ്പോൾ ഒരു വിളിക്കും പോവാം. നേരത്തെ കൈലാസത്തിന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് പത്മനാഭൻ്റെ അടുത്ത് നിന്ന് ഇല്ല തിരിച്ച് ഞങ്ങൾ നടന്നു. പുറത്തോട്ട് തിരിച്ചു വരുമ്പോൾ 2 പേര് ഓടി വന്നിട്ട് പറഞ്ഞു, സാറേ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിവിടെ വരും, ഞാൻ കാത്തിരിക്കുകയായിരുന്നു, നിങ്ങൾ കണ്ടില്ല. അപ്പോൾ സെക്യൂരിറ്റി വന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ അവർ മെസ്സേജ് അയച്ച് ഞങ്ങൾ വന്ന് ഓടി നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. ആരാന്നൊന്നും ഞങ്ങൾക്കല്ല. ഒരു ഓക്കെ പോവാം. നേരെ അകത്തോട്ട് പോയി. നേരെ പറഞ്ഞു അത് ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ കൊണ്ടുപോകാൻ. അതാ ഞാൻ പറയേണ്ടത് ആരാന്ന് എനിക്കറിയില്ല. അതേപോലെ കൊട്ടാരക്കരയും ഞാൻ ഇതേ പറയാം കേട്ടോ. കൊട്ടാരക്കര ഗണപതിയുടെ അടുത്ത് വന്നപ്പോൾ അകത്ത് പോയി. ഞാൻ പറയട്ടെ, ഇത്രയും ജീവിതത്തിൽ ഞാൻ എൻ്റെ എന്താ പറയുക ആനന്ദം അനുഭവിച്ച ഒരു സന്ദർഭം 44 മിനിറ്റ് നേരമാണ് ഞാൻ ആ ഭഗവാനെ കണ്ടതല്ല, മുമ്പിൽ അവിടെ കൊണ്ടുപോയിട്ട് എന്നെ ഇരുത്തിയിട്ട് കുറേ കഴിയുമ്പോൾ എനിക്ക് വൈബ്രേറ്റ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടുത്തെ പൂജാരി ഉണ്ടല്ലോ, ഒരു ദണ്ട് കൊണ്ടു തന്നു എനിക്ക്. ആ ദണ്ട് പിടിച്ചിട്ട് കുത്തി നിന്നപ്പോഴാണ് ഞാൻ അവിടെ നിന്നത്. എനിക്ക് ഒരിക്കലും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഭഗവാൻ എന്നെ എന്തിനാണ് അത്രയും സമയം അവിടെ ഇരുത്തിയത്. ഒരാൾക്കും അവിടെ ഇരിക്കാൻ അത്രയും പറ്റില്ല. ഞാൻ കണ്ടിട്ടുമില്ല ഒരു സ്പെഷ്യൽ കോർണർ. അന്ന് എനിക്കൊരു പുസ്തക പൂജയ്ക്കായിരുന്നു, ഞാൻ പുസ്തകം ഉണ്ടായിരുന്നു കൊടുത്തിട്ട് പൂജിക്കാനായിട്ട്. അത് പൂജിച്ച് പുസ്തകമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവിത വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്ന പുസ്തകം അഫർമേഷൻസ് ആണ്. ഇന്ന് ഓരോരാളുടെയും ജീവിതത്തിൽ അമേസിംഗ് ആയിട്ടുള്ള മാറ്റം വരുത്തുന്ന പുസ്തകം ഒന്നുമില്ല, അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. ആ പുസ്തകം അവിടെ നിന്ന് പൂജിച്ചെടുത്താൽ ആ 45 മിനിറ്റ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റും. ഞാൻ അതിനകത്ത് അപ്പോൾ ഇതില്ല എന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. ഇതൊന്നും ആർക്കും ഇപ്പം ഞാൻ പഠിച്ച അനുഭവം എനിക്കിത് എത്ര പറഞ്ഞാലും രോഗത്തിന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എനിക്ക് മനസ്സിലാവും, എനിക്ക് മറ്റൊരാൾക്കും പറ്റില്ല. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യത്തെ നമുക്ക് വാക്കുകൾക്കൊന്നും ഒരിക്കലും എക്സ്പ്രസീവ് ആക്കാൻ പറ്റില്ല. അനുഭവിക്കണം. പറഞ്ഞു അത്രേ ഉള്ളൂ. നിങ്ങൾ എന്തിനു വിശ്വസിക്കുന്നു അതിനെ അനുഭവിക്കാൻ ശ്രമിച്ചോ. ഞാൻ മൂകാംബികയിൽ പോയിട്ട് ഒരുപാട് തവണ ശ്രമിച്ചിട്ട് പോകാണ്ട് ഈ അടുത്ത സമയത്താണ് മൂകാംബികയിൽ പോയി തുടങ്ങിയത്. ഞാൻ വൈഫിൻ്റെ ഒരു പ്രോഗ്രാമിനാണ് പോകുന്നത്. അവിടെ ചെന്ന് ഞാൻ തൊഴാൻ നിൽക്കുമ്പോൾ എൻ്റെ പുറകെ നിൽക്കുന്ന ആളെ അവിടുത്തെ ഒരു സെക്യൂരിറ്റി തള്ളി അയാൾ വന്ന് എൻ്റെ ദേഹത്ത് ഇരിച്ചിട്ട് തള്ളി അങ്ങ് പോവാണ്. ഞാൻ അവിടെ പറയും, അമ്മ ഞാൻ ഇതിനാണ് ഈ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്ന് ഈ 35 വയസ്സ് വരെ കാത്തിരുന്ന് മൂകാംബികയ്ക്ക് വന്നു, കാണാൻ പറ്റിയില്ല. ഞാൻ പുറത്തിറങ്ങി വീണ്ടും പാസ് എടുത്തു, പരിചയം വന്നു, വീണ്ടും പാസ് എടുത്തിട്ട് വീണ്ടും കയറി, വീണ്ടും ഇതേ അവസ്ഥ, തിരക്കാണ്, പെട്ടെന്ന് പോകേണ്ടി വരും. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് എന്നോട് ജയനാരായൺജി എന്നോട് പറയുന്നത്, എടാ അടുത്ത മകത്തിന് നമ്മുടെ പൂജയാണ് ഇവിടെ, മൂകാംബികയിൽ വരണമെന്ന്. ഞാൻ അവിടെ ചെന്ന് ഞാൻ ആദ്യമേ കയറി തൊഴുതിട്ട് ഇറങ്ങി. മറ്റേ ചണ്ഡികാഹോമം നടക്കുന്ന അവിടെ ചെന്ന് എന്നോട് ചോദിച്ചു, തൊഴുതോ? ഞാൻ തൊഴുതു. തൃപ്തിയായില്ലെങ്കിൽ ഒന്നുകൂടെ തൊഴുതിട്ടോ. അപ്പോൾ ഞാൻ ഇനി പാടല്ലേ പാസ്സൊക്കെ എന്തിനാ, അമ്മ കൊണ്ടുപോകും നോക്കുമ്പോൾ ഒരു അമ്മ, പ്രായരമ്മ, ഞാൻ കൊണ്ടുപോകാൻ പോയിട്ട് എന്നതിൽ എന്നെ വിടും. അപ്പം നമ്മുടെ IG ശ്രീജിത്ത് സാറിൻ്റെ സഹോദരിയാണ് അമ്മ. അപ്പം അമ്മ എന്നെ വിളിച്ചിട്ട് പോയി എൻ്റെ കൂടെ വന്നു. അവിടെ ചെന്ന് അമ്മയെ കണ്ടപ്പോഴേ നിൽക്കുന്ന സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു കൊടുക്കും. കാരണം അവരെല്ലാം സ്ഥിരമായി പോകുന്ന ആളുകളാണ്. അവിടെ ചെന്ന് എന്നോട് പറഞ്ഞു, ഇവിടെ നിന്ന് തൊഴുതു. ഞാൻ കുറേ നേരം നിന്ന് തൊഴുതു. അതിനുശേഷം പലതവണ എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടായി. ഇപ്പോൾ എനിക്ക് പരിചയമുള്ള സെക്യൂരിറ്റിമാരൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് എന്നെ കാണുമ്പോഴേ ചിരിച്ചുകൊണ്ടിരിക്കും, ഗേറ്റ് തുറന്നിരുന്ന സെക്യൂരിറ്റിമാർ. ഇവിടുന്ന് കിട്ടുന്നതാണ്.